ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നൗസ് കുക്ക് ബുക്ക്. ഇന്ന് ഓണം സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡിൽ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ പരിപ്പ് കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇത് നമുക്ക് പയറൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് വറുത്തെടുത്താൽ മതിയായിരിക്കും. ഏകദേശം ബ്രൗൺ കളർ ആകുമ്പോഴേക്കും തീ ഓഫ് ചെയ്യാം. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ പരിപ്പ് നല്ല ബ്രൗൺ കളറായിട്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ തേങ്ങ അരപ്പിനെ എടുത്തിട്ടുള്ളത് 5 വെളുത്തുള്ളി, 2 ചെറുതായി അരിഞ്ഞ പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 മുറി തിരികെ തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇവിടെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പരിപ്പ് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഓവറായിട്ട് പൊടിഞ്ഞു പോകരുത്, ഇത്രയും മതിയായിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. അങ്ങനെ ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പൊന്ന് വേവിക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഒരു 4-5 വിസിൽ കേൾപ്പിച്ചാൽ മതിയായിരിക്കും. വെച്ച പരിപ്പ് ഞാൻ വേറൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി അത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന തേങ്ങ അരപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരപ്പിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക. ഞാനിവിടെ കുറച്ചും കൂടി എരിവ് കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതിയായിരിക്കും. പരിപ്പൊന്ന് തിളയ്ക്കുമ്പോഴേക്കും തീ ഓഫ് ചെയ്യുക. ഓവറായിട്ട് തിളയ്ക്കാൻ പാടില്ല. ഇനി നമുക്ക് താളിക്കാം. താളിക്കാനായി ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം 1/2 ടീസ്പൂൺ കടുകിട്ടു. നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് താളിച്ചത് പരിപ്പ് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അങ്ങനെ ഓണം സ്പെഷ്യൽ പരിപ്പ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.